ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ ആരും കാണിക്കാത്തൊരു സംഭവം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓടക്കുഴലൊക്കെ വായിക്കുന്ന ആൾക്കാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഓടക്കുഴൽ കാണുമ്പോൾ ഒരു മൗത്ത് ഹോളും പിന്നെ ഒരു 5-6 ഹോളും ഉണ്ട്. അപ്പോൾ നിസ്സാരമായിട്ട് നിർമ്മിക്കുന്ന സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രശസ്തരായ പല വ്യക്തികൾക്കും ഈ ഓടക്കുഴൽ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ചേർത്തല ശ്യാം എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ശ്യാം ബ്രോയുടെ വീട്ടിൽ പോയിട്ട് ഈ ഓടക്കുഴൽ എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഹായ് ഹായ് എന്താ പിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ബ്രോ, അപ്പൊ നമ്മള് ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ ശരിക്കും ഒരു ലോക്ക്ഡൌൺ ആ കാലഘട്ടത്തിലാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. ചെറുപ്പം പോലെ ഞാനിങ്ങനെ വായിക്കുമായിരുന്നു, കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. അവിടുന്ന് പോയി പഠിച്ചിട്ടില്ല, പോയി പഠിച്ച ഒരു കുറച്ച് നാളൊക്കെ ആയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഓടക്കുഴലിനോട് താല്പര്യം വന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാമല്ലോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ സംഗീതമൊക്കെ ആസ്വദിക്കും എങ്കിലും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഒരു ഒരെണ്ണം നമുക്ക് നിർമ്മിക്കണം, കൂടി കാണിക്കണം. കാരണം മിക്കവരും ഫ്ലൂട്ട് വായിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുല്ലാങ്കുഴൽ വായിക്കണ വീഡിയോകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇത് നിർമ്മിക്കണ വീഡിയോകളും നിർമ്മിക്കുന്ന ആൾക്കാരും വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ഫ്ലൂട്ടേ ശരിക്കും ഇത് എന്താണ് മെറ്റീരിയൽ, എന്താണ് ശരിക്കും? ഇത് നമ്മുടെ ഈറ്റയാണ്, സാധാരണ ഈറ്റയാണ്. സാധാരണ ഈറ്റ ഇത് ആസാമിൽ നിന്ന് വരുന്ന, ആസാമിൽ നിന്നാണ്, നമ്മുടെ നാട്ടിലല്ല. നമ്മുടെ നാട്ടിലെ ഈറ്റ കൊണ്ടും ഉണ്ടാക്കും. കേരളത്തിൽ വളർന്ന ഈറ്റ കൊണ്ടും ഫ്ലൂട്ട് ഉണ്ടാക്കും. പക്ഷെ ഇത് ഈ പ്രൊഫഷണൽ ഫ്ലൂട്ടുകൾ, ബാൻസുരി എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആസാമിൽ നിന്ന് വരുന്ന ഈറ്റയാണ്. അതിനൊരു ടോൺ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഫുൾ ലെങ്ത്? ഇത് വരുന്നത് ഇതുണ്ട്, ഇത് ടൈപ്പാണ് വരുന്നത്. ഇതിന്റെ അകത്തിരിക്കുന്നതല്ല, ഇതുപോലെയാണ് അവിടുന്ന് വരുന്നത്. അതില് ഭയങ്കര അഴുക്കുകൾ കാണും, പൊടികൾ കാണും. നമ്മളിത് ആദ്യം കൊണ്ടുവന്നിട്ട് ഇത് ക്ലീൻ ചെയ്യും. എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത്? എങ്ങനെ? സാൻഡ് പേപ്പർ ഉണ്ട്. അങ്ങനെയാണ് അത് റഫായിട്ടിരിക്കുന്നതാണ് അല്ലേ? ഇതുപോലെയാണ് അവിടുന്ന് വരുന്നത്. അവിടെ നമ്മളെടുത്തിട്ട് ഇത് സാൻഡ് ചെയ്തിട്ട് ഇതിന്റെ പുറമേയുള്ള അഴുക്കുകളെല്ലാം കളയും. സാൻഡ് പേപ്പർ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഇത് റോ ബാമ്പുവിന് എപ്പോഴും അതിൻ്റെ അകത്തൊരു വാട്ടർ കണ്ടന്റ് കാണും, ഒരു ഈർപ്പത്തിന്റെ അംശം കളയാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒരു മെത്തേഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രകാരം ഇത് ട്രീറ്റ് ചെയ്യും. ഇത് ഹീറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഉള്ള ഈ വാട്ടർ കണ്ടന്റ് മൊത്തം പോകും. ഇത് ശരിക്കും ഉണങ്ങുമ്പോഴേ നല്ല ശുദ്ധമായ നാദം ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അല്ല, നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കണല്ല. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ പൊട്ടിപ്പോവും. അങ്ങനെ പ്രശ്നം, കൂടുതൽ ഹീറ്റ് ചെയ്യുന്നാലും പൊട്ടിപ്പോവും. അപ്പൊ അതിന്റേതായ മെത്തേഡുകളുണ്ട്. അത് വഴിയിട്ട് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കുന്ന. ഇപ്പം ഇത് കണ്ട, ഇതിന്റെ കളർ ഉണ്ട്. ഇതുപോലെ പോളിഷ് എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പോളിഷ് ഇല്ല. പക്ഷെ നമ്മള് പോളിഷ് ചെയ്താൽ പേപ്പർ വെച്ച് പോളിഷ് ചെയ്ത്, വേറെ പോളിഷൊന്നും അടിച്ചിട്ടില്ല. ഇല്ല, വേറെ പോളിഷുകളെല്ലാം കെമിക്കലാണല്ലോ. നമ്മൾ ഇവിടെ ചുണ്ടിൽ വെച്ച് വായിക്കുന്നതാണല്ലോ. വേറെ കെമിക്കലൊന്നും യൂസ് ചെയ്തില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പോളിഷുകൾ മാത്രമേ ഉള്ളൂ. പോളിഷ് പേപ്പർ പിടിച്ച് സാൻഡ് പേപ്പറിന് തന്നെ പല ഗ്രിറ്റ് ഉണ്ട്. 150, 200, അങ്ങനെ 500, 2000 അതിന്റെയൊക്കെ നല്ല പേപ്പറുകളുണ്ട്. അത് വെച്ചിട്ട് പോളിഷ് ചെയ്താൽ പിടിച്ചാലിങ്ങനെ ഇതുപോലെ പോളിഷ് ആകും. അതിനുശേഷം എന്താ ചെയ്യണം? അതിനുശേഷം മൗത്ത് ഹോൾ ഇടും. മൗത്ത് ഹോൾ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് മൗത്ത് ഹോളും? ഞാനിതിന്റെ നമ്മുടെ എംപ്ലോയ് അടിച്ചിട്ടുണ്ട്. ആൽഫ ബൈ ശ്യാം. അതെ. സ്പെഷ്യൽ ഫ്ലൂട്ടറാണ്. ഇപ്പൊ ഇങ്ങനെ ഈ ബേസ്, ഇത് ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഒരു ഫുൾ സെറ്റ് ഫ്ലൂട്ട് എന്ന് പറയുന്നത് 24 എണ്ണം ഉണ്ട്. അതാണ് നമ്മൾ മറ്റേ ബോക്സിലായിട്ട് വരുന്നത്. ബോക്സിൽ വരുന്നത് ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലിന് ഒരു ഫ്ലൂട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ചിലർ 2 ഫിംഗേഴ്സ് ആയിട്ട് വായിക്കും. 2 വിരലടച്ചിട്ട് ഒരു ഫ്ലൂട്ട് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ചിലര് 2 വിരലടച്ചിട്ട് ഇതാണ് സാ, ഇത് സാ. ചിലര് 3 ഫിംഗർ അടച്ചിട്ട് സാ വായിക്കും. അപ്പം ഈ 3 ഫിംഗർ അടക്കുമ്പോഴോ അല്ലെങ്കിൽ 2 ഫിംഗർ അടക്കുമ്പോഴുള്ള നോട്ട് ഏതാണ് നോട്ട്, അതാണ് ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫ്ലൂട്ട് എന്ന് പറയുന്നത് 2 ഫിംഗറിൽ എ ആണ്. ഇങ്ങനെ വായിക്കുമ്പോൾ എ എന്ന ശ്രുതി വരും. ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സരിഗമപധനിസ ഉണ്ടല്ലോ, അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് CDEFGAB. പിന്നെ അതിന്റെ ഇടക്ക് അരനോട്ടുകളുണ്ട്, C ഷാർപ്പ്, D ഷാർപ്പ്, അങ്ങനെ അരനോട്ടുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എ എന്ന ശ്രുതി വരും. 2 ഫിംഗർ അടച്ച് വായിക്കുമ്പോൾ എ. അപ്പൊ ഇത് എയുടെ ഫ്ലൂട്ട്. ഇത് 3 ഫിംഗർ അടച്ച് വായിക്കുമ്പോൾ G വരും. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടുകളെല്ലാം 3 ഫിംഗറിലാണ് സ്കെയിൽ പറയുന്നത്. 3 വിരൽ അടക്കുമ്പോൾ ഏത്
നോട്ടാണ് വരുന്നത്, അതാണ് അതിന്റെ ശ്രുതി ഫ്ലൂട്ടിന്റെ. അപ്പൊ ഇത് ജിയുടെ ഫ്ലൂട്ട്. ജി എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ട്യൂണറാ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ ജി എന്ന് തെളിഞ്ഞു വരും. ഉണ്ടോ? കാണാമോ? ജി ജിയുടെ ഫ്ലൂട്ടാ. അപ്പൊ ഇങ്ങനെ 12 ശ്രുതികളുണ്ട്, 12 ശ്രുതികളുണ്ട്, 12 ഫ്ലൂട്ടും ഉണ്ട്. അതാണ് ഒരു ബോക്സ് ആയിട്ട് വരുന്നത്. 12 ശ്രുതിയിൽ 12 ഫ്ലൂട്ട് ഉണ്ട്. അതിന്റെ തന്നെ താഴത്തെ ശ്രുതികളുണ്ട്, താഴത്തെ ഒക്ടേവിലെ ഫ്ലൂട്ടും ഉണ്ട്, ബേസ് ഫ്ലൂട്ട് എന്ന് പറയും. അപ്പൊ ഇത് നീളം കൂടിയല്ലേ. ഇതിന്റെ തന്നെ ചെറിയ ഫ്ലൂട്ട് ഉണ്ട്. എയുടെ തന്നെ ഇതിന്റെ ജിയുടെ ചെറിയ ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ സ്കെയിൽ നീളം വരത്തുള്ളൂ. ജിയുടെ തന്നെയാണ്. ഇതും ജിയുടെ തന്നെ. ഇതും ജി, ഇതും ജി. ഇപ്പൊ ഉണ്ടാക്കിയിട്ടില്ല. ജിയുടെ ഉണ്ടാക്കി വരുമ്പോൾ ഈ ലെങ്ത് അനുസരിച്ച് വല്ല വ്യത്യാസം വരും സാധനം. ലെങ്ത് അനുസരിച്ച് സൗണ്ട് മാറും. ചെറുതിന് ഒരു തുളച്ച് കയറുന്ന ഒരു സൗണ്ട് ആയിരിക്കും, ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആയിരിക്കും. അതിന്റെ താഴത്തെ ഒക്ടേവിലെ ഫ്രീക്വൻസിയാണ് ഈ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ശ്രുതിയിൽ 2 ഫ്ലൂട്ട് കാണും. ഇപ്പൊ ജിയുടെ തന്നെ ജിയുടെ ബേസ് ഫ്ലൂട്ടും കാണും, ജിയുടെ മിഡിൽ ഫ്ലൂട്ടും കാണും. ഒരു സ്കെയിലിൽ 2 ഫ്ലൂട്ട് കാണും. അങ്ങനെ 12 ശ്രുതിയിൽ 12 മിഡിൽ ഫ്ലൂട്ടും ഉണ്ട്, 12 ബേസ് ഫ്ലൂട്ടും ഉണ്ട്. അങ്ങനെ മൊത്തം 24 ഫ്ലൂട്ടാണ് ഒരു ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത്. അതെ, നമ്മൾ ഫുൾ സെറ്റ് ചില ആൾക്കാർ എടുക്കുന്നുണ്ട്. ഈ റെക്കോർഡിങ്ങിന് വായിക്കുന്നവര്. ഫുൾ സെറ്റ് ഫ്ലൂട്ട് വരുമ്പോൾ ഞങ്ങളിപ്പോ കൊടുക്കുന്നത് 45,000 ആണ്. അതിന്റെ കൂടെ ഈ ഇത്തരം ബോക്സ് കൂടെ കാണും. ഈ ഫ്ലൈറ്റ് കേസ് ഉണ്ടല്ലോ, അതും 24 ഫ്ലൂട്ടും കൂടെ അറിയുന്നുണ്ട്. അതിപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണ അല്ലെങ്കിൽ ഓരോരുത്തരുടെ അല്ല, സെറ്റ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ വന്ന് അവരുടെ ഓരോരുത്തർക്കും ഓരോ പ്രഷറാ. ഞാൻ വായിക്കുന്ന ഇത് ഈ പ്രഷർ ആയിരിക്കത്തില്ല, വേറൊരു വന്ന ഒരാൾക്ക് ഉള്ള പ്രഷർ. പുള്ളി ആയിരുന്നു ഇത്ര കാണത്തുള്ളൂ, അപ്പൊ ശ്രുതി ഒക്കത്തില്ല. ഈ പ്രഷർ വായിച്ചാൽ ജി എത്തത്തില്ല. പ്രഷർ കുറച്ച് വായിച്ചാൽ ജി കിട്ടത്തില്ല. അപ്പൊ ഈ ഹോൾ അഡ്ജസ്റ്റ് ചെയ്യോ? അല്ല, അവർ വന്നിട്ട് അവരുടെ കണക്കിന് ഇത് കട്ട് ചെയ്ത് റെഡിയാക്കും. ലെങ്ത് കുറക്കും. അല്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഓരോരുത്തരുടെ കസ്റ്റമൈസ് ചെയ്താണ്. പ്രഷർ കൂട്ടി വെച്ചാൽ ജീന്ന് കഴിഞ്ഞു പോകും. ചിലർ നല്ല ശക്തിയിൽ വായിക്കുന്നവരുണ്ട്. കൂടുതലും പിള്ളേരൊക്കെ നല്ല ശക്തിയിൽ വായിക്കുന്നു. ഇത്ര പ്രഷർ വായിച്ചത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോരുത്തർ വന്നിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ഫ്ലൂട്ട് കറക്റ്റ്. ഈ പ്രൊഫഷണൽ ആയിട്ട് വായിക്കുന്ന എല്ലാവരും അവരൊന്നും അയച്ചൊന്നും മേടിക്കത്തില്ല. അവർ വന്നേ ഉണ്ടാക്കത്തുള്ളൂ. അവർ വന്നിരുന്ന സമയം എടുത്ത് ഫ്ലൂട്ടൊക്കെ ഉണ്ടാക്കുന്നത് കുറെ ടൈം എടുത്താണ്. ഒരു ദിവസം 2 ദിവസം ഒന്നും കിട്ടത്തില്ല. ഇപ്പം ആലപ്പുഴയിൽ ബിജു ചേട്ടനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 10-24 തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി കൊണ്ടുപോയിരിക്കുന്നത്. അല്ല, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് ഇപ്പം ചിലർക്ക് പഠിക്കാൻ വേണ്ടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയത് അവര് പഠിക്കാൻ വേണ്ടി ഉള്ളതാണല്ലോ. അവരാ കിട്ടുന്ന ശ്രുതിയിൽ ഒപ്പിച്ച് വായിക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് ഫ്ലൂട്ട് തുടങ്ങി നേരിട്ട് തന്നെ വന്നെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കുറെ ഇതിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല. നോക്കുമ്പോ ഒരു 6 ഹോളും ചെറിയൊരു കുഴല് അത്രയല്ലേ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ അറിയില്ല. എത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് പലർക്കും അറിയില്ല. അതെ, ഇപ്പൊ നമ്മള് പ്രൊഫഷണൽ ആയിട്ട് വായിക്കുന്നവരാണെങ്കിൽ അവര് ഫ്ലൂട്ട് മാത്രമല്ല, ഇപ്പൊ സ്റ്റേജിൽ വായിക്കുമ്പോൾ വേറെ ഇപ്പൊ കീബോർഡ് വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പൊ കീബോർഡിന്റെ ശ്രുതിക്ക് ആ ശ്രുതി തന്നെ ആയിരിക്കണം നമ്മുടെ ഫ്ലൂട്ടും കിടക്കുന്നത്. അപ്പൊ ആ വായിക്കുന്നത് എല്ലാം ശ്രുതിയിലായിരിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ആ കീബോർഡിൽ കേൾക്കുന്ന അതേ ശ്രുതിക്ക് തന്നെ ആയിരിക്കണം ഇതിൽ നിന്നും വരുന്നത്. അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു അരോചകമായിട്ട് തോന്നും. അവർക്ക് കേൾവിക്കാർക്ക് ശ്രുതി ഒന്നും അറിയില്ല, പക്ഷെ കേൾക്കുമ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നും. കറക്റ്റ് ആ ശ്രുതി കിടക്കുന്നതുകൊണ്ടാണ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മാച്ചായി പോകണം. ഇപ്പോൾ ഫ്ലൂട്ട് മാത്രമല്ല, ഇപ്പോൾ കൂടെ ഇരിക്കുന്ന തബലയായാലും വീണയാലും എല്ലാം ഒരേ ശ്രുതിയിൽ പോകുമ്പോഴാണ് നമുക്ക് കേൾവിക്കാർക്ക് ഭയങ്കര ഒരു ഇമ്പം തോന്നുന്നത്. അപ്പൊ അത് ശ്രുതിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുക. ശ്രുതിയാണ് ഏറ്റവും മെയിൻ. എല്ലാം ഇങ്ങനെ ശ്രുതിയായിട്ട് ലയിച്ച് കിടക്കണം, അപ്പോഴാണ് കറക്റ്റ് ഫ്ലൂട്ട് ആകുന്നത്. അപ്പൊ ഇത് മേക്ക് ചെയ്യാൻ മാത്രം കഴിവുണ്ടായിട്ട് കാര്യമില്ല, അത് വായിക്കാനോട് കഴിവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതൊരു നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതെ, നല്ലൊരു പ്രൊഡക്റ്റ് ആയി കിട്ടും. അതെ. അപ്പൊ നമുക്ക് ഇതൊരു ബേസ് ഫ്ലൂട്ട് ഈ എന്ന സ്കെയിലിലെ ഒരു ബേസ് ഫ്ലൂട്ട് ഉണ്ടാക്കാം. ബേസ് ഫ്ലൂട്ട് ഉണ്ടാക്കാനായിട്ട് ഈയുടെ
പറ്റുന്ന മെഷറുള്ള ഈക്ക് പറ്റുന്ന ഒരു മെഷറുള്ളൊരു ബാമ്പുണ്ട്, അതെടുക്കണം. അതൊരു 25 ഇഞ്ച് 25 mm അതിൻ്റെ ഡയമീറ്റർ വേണം, ഇന്നർ ഡയമീറ്റർ വേണം. അതുള്ള ബാമ്പു എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മൗത്ത് ഹോൾ ഇടണം. വായിക്കുന്ന ഹോളാണ് ആദ്യം ഇടുന്നത്. ഇവിടെ മൗത്ത് ഹോൾ ഇടാൻ പറ്റിയൊരു പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. ആദ്യം പിടിക്കാനുള്ളൊരു വശം ചില ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഒരു അസൗകര്യം തോന്നരുത്. ഒരു ഫ്രീ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു വശത്തായിരിക്കണം ഇത് കിടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ല. മൗത്ത് ഹോളിട്ടാണ്. മൗത്ത് ഹോളിൻ്റെ പൊസിഷൻ മാറിപ്പോയാൽ മൊത്തം വായിക്കാനൊക്കെ പാടായിരിക്കും. മൗത്ത് ഹോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഹോളാണ്. ആദ്യം ചെറിയ ഹോളായിരുന്നു. ഇല്ല, ചെറിയ ഹോൾ ഇട്ടിട്ട് വലുതാക്കി കഴിയുന്നു. ആ മൗത്തോട് സാധാരണ ഒരു 11 അല്ലെങ്കിൽ 12 mm ഒക്കെ ഇടുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു പാട്, ഇത് ചെന്ന് മുട്ടുന്ന ഒരു പാട്. ചിലരങ്ങനെ നോക്കാറില്ല. ചില ഫ്രൂട്ടുകളിലൊക്കെ ഉള്ളിലാ പാടുന്നത്. പക്ഷെ ആടുന്ന ഒരു വൃത്തികേടാ കാണാനും. ഇനി ഇത് മൗത്തോളൊന്ന് ഇതിൻ്റെ കരിയൊക്കെ കളഞ്ഞൊന്ന് ഷേപ്പാക്കി ഇടണം. ഇത് കുറച്ച് നേരത്തെ ഒരു പണിയുണ്ട്. ഐസോപ്രോപ്പിൽ ആൾക്കോൾ നമ്മൾ റിമൂവർ എന്ന് പറഞ്ഞ സാധനം. ആ അതന്നെ. ആ ഇതിൽ അഴുക്ക് മൊത്തം പോകും. മൗത്തോള് ഏകദേശം റെഡിയായി. ഇതിൻ്റെ അത് കോർക്കിടണം. 2 തരത്തിലുള്ള കോർക്കുണ്ട്. ഒന്ന് റബ്ബർ കൊണ്ട കോർക്കുണ്ട്, പിന്നെ ഈ കോർക്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് കോർക്കാക്കും. ആദ്യം നമ്മൾ ഫ്രൂട്ട് ഉണ്ടാക്കാൻ നേരത്ത് റബ്ബറിന്റെ കോർക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഫൈനലാകുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേറെ മരത്തിന്റെ കോർക്കൊന്നും അല്ലല്ലോ. ഇത് കോർക്ക് ഷീറ്റല്ലേ വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് 2-3 പീസ് അടുക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. മറ്റേ അല്ലാതെ ഇത് വലിയ ബേസ് ഫ്രൂട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ. മറ്റേ ചെറിയ ഫ്രൂട്ടിന് അല്ലെങ്കിൽ ഒരു നേരത്തെ കാണിച്ച ജിയുടെ ഒക്കെ ഫ്രൂട്ടിന് പറ്റുന്ന കോർക്കുകളായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ അത് ഇട്ടാൽ മതി, നമ്മൾ കട്ട് ചെയ്യേണ്ടതായിരിക്കും. ഇത് ഉടൻ കോർക്ക് പറ്റിയില്ലേ. മൗത്തോളിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കോർക്ക് വെക്കണം. എൻ്റെ കോർക്ക് ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്, അവിടെ മുതൽ എത്തിച്ച് വെക്കണം. ആദ്യം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 3 ഫിംഗറിൽ ഈ സ്കെയിലിലെ ഫ്ലൂട്ടാണ്. അപ്പം അതിന് നമ്മൾ കോർക്കിട്ട് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് A ഷാർപ്പ് എന്ന് പറഞ്ഞ നോട്ട് കിട്ടണം.
ഇത് എ വന്നുള്ളൂ. എ ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്യും. ആ ഹാഷ് വരും. എ ഷാർപ്പ്. എ ഷാർപ്പ് ഒരു കുറച്ചും കൂടെ തള്ളിക്കണം, അല്പം കൂടെ ഇപ്പുറത്തേക്ക് മാറിയിരിക്കണം. ഫ്രീ ആയിട്ട് വായിക്കുമ്പോൾ തന്നെ ഷാർപ്പ് വന്നു. ഇത് നമ്മൾ സെറ്റ് ചെയ്തല്ല, എ ഷാർപ്പ് എന്ന നോട്ട് കിട്ടി. പിന്നെ നമുക്ക് ഹോൾസ് ഇടാൻ വേണ്ടി ഈ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ഇടണം. ഈ ലൈനിൽ കൂടെയാണ് നമ്മൾ ഹോൾസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മെഷർ ഇട്ട് ഹോളിയുള്ള മെഷറിൽ ഇട്ടു. ഇനി ഇതിലാണ് മെഷർ ഹോൾ ഇടുന്നത്. ഇതിപ്പോൾ ബേസിലോട്ട് പൊതുവെ ഇച്ചിരി കൈ അകലത്തിലായിരിക്കും. ഈ ഫിംഗറുകൾ തമ്മിൽ അകലം കൂടുതലായിരിക്കും ബേസിന്. മറ്റേ ചെറിയ ഫ്ലൂട്ട് ആകുമ്പോൾ ഇത്ര അകലം വരത്തില്ല, ഹോളൊക്കെ ഇവിടേക്ക് ഇരിക്കും. ഈ ബേസിലോട്ട് ചിലർക്ക് വായിക്കാൻ പാടാം. ഈ കൈ ഇത്ര നീളമില്ലാത്തവർക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇത് സ്ട്രെച്ചാണ്, വായിച്ച് നമ്മുടെ ഈ ഭാഗം സ്ട്രെച്ചാകും. സ്ട്രെച്ച് ആകാത്തവർക്കൊക്കെ ഇവിടെയൊക്കെ ഹോൾ വീണാലും വായിക്കാം, ഇവിടെ എത്തത്തില്ല. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ചിലർക്ക് വേണ്ടി നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഹോൾ അടുപ്പിച്ച് ഇത് ചെയ്യുന്നുണ്ട്. ഹോൾ അടുപ്പിക്കുന്നത് ഇങ്ങോട്ട് കയറ്റിയിട്ടാൽ ആ നോട്ട് കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ വേറൊരു സാധനം മതി. ഇങ്ങനൊരു സാധനം വെച്ചിട്ട് ഹോൾ ഇങ്ങനെ കയറ്റിടും. അപ്പോൾ ആ നോട്ട് കറക്റ്റ് ആയിരിക്കും. ആ സാധനം ഒട്ടിക്കും. അതും ബാമ്പുവിന്റെ പീസ് തന്നെ. ആ ബാമ്പു പീസ് തന്നെ. ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. ശരിക്കും പഠിച്ചു വരുന്ന പിള്ളേർ ഇങ്ങനെ ഇത് വെച്ചിട്ട് വായിക്കേണ്ട കാര്യമില്ല. അവർ ശരിക്കും നമ്മൾ വായിച്ച് തന്നെ സ്ട്രെച്ച് ആകണം. ഈ ചെറിയ ഫിംഗേഴ്സൊക്കെ ഉള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ശരിക്കും ഒറിജിനൽ മെഷറിൽ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മാർക്ക് ചെയ്തതിന്റെ സൈഡിലേക്ക് വരുമല്ലോ. ആ ലാസ്റ്റ് ഹോള് പൊതുവെ ചരിച്ചായിരുന്നു. ആ ചെറിയ ഫ്രൂട്ടുകളിലൊക്കെ നമ്മൾ 7 ഈ ഫിംഗർ കൊണ്ട് വായിക്കാൻ വേണ്ടി ചരിച്ചായിരുന്നു. ഇത് ഇവിടെ എത്തുമല്ലോ, ഇവിടെ എത്താൻ പാടായിരിക്കും. ബേസിലോട്ട് പക്ഷെ നേരിട്ടാലും കുഴപ്പമില്ല. പൊതുവെ ഇങ്ങനെ ഇപ്പുറത്ത് ചരിച്ചായിടാറുണ്ട്. ചിലത് ഇതിന്റെ അടിയിലിടും. അടിയിലിട്ടാലും നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ തുട കൊണ്ട് അടച്ച് വായിക്കാം. അങ്ങനെ പരിപാടിയുണ്ട് കൺസെപ്റ്റിനത്. നമ്മളിങ്ങനെ ഹോൾഡിട്ട് ഓരോ ഹോൾഡിട്ട് ഇത് വായിച്ച് നോക്കും. ടോണറിൽ ചെക്ക് ചെയ്യും. ഇത് ബി എന്ന നോട്ടാ കിട്ടണ്ട. ലാസ്റ്റ് ഹോള് B1. ഇതിലാകുമ്പോൾ ഇച്ചിരി തെളിഞ്ഞു കാണും. ബി അല്ലേ, നല്ലത് ഫ്രീ ആയില്ല. അപ്പോൾ ഒരു പോയിന്റ് കൂടെ ഇടണം. നമ്മുടെ ബ്രെത്ത് അനുസരിച്ചിട്ട് ഫ്രീ ആയിട്ട് വായിക്കുമ്പോൾ ആ നോട്ട് കിട്ടണം. ഇനി നമ്മൾ അടുത്ത ഹോൾ ഇടണം.
ഇവിടെ C# എന്ന് പറഞ്ഞ നോട്ടാറുണ്ട്. C#. D# തന്നെ. F#. ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ 3 ഫിംഗർ അടക്കുമ്പോൾ വന്ന നോട്ടാ വരണ്ട. നമ്മൾ ഈയുടെ ഫ്ലൂട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഇത്തിരി അടുത്തുള്ളതാണെന്ന്. ഇതുണ്ട്, ഇതിൻ്റെ ഹോളുകൾ കുറച്ച് കയറി നിൽക്കും. ഇപ്പോൾ ബാക്കിയെല്ലാം ഈ മൗത്ത് ഹോൾ ഒരുമിച്ച് ഒരു ലെവലല്ലേ. ഇങ്ങനെ നോക്കിയെങ്കിൽ ഈ ഹോള് ഇച്ചിരി കയറി നിൽക്കുന്നത്, ഈ ഹോളും കുറച്ച് കയറി നിൽക്കുന്നത്. ഇതിൻ്റെ ലെവൽ ഇവിടെ അല്ലേ വരത്തുള്ളൂ. അതിനേക്കാളും പൊടിക്ക് കയറിയാണല്ലോ നിൽക്കുന്നത്. ഇതൊരു അല്പം ഇത് അത് ഫ്രീ ആയിട്ട് വായിക്കും. ഇത് ഈസി ആയിട്ട് വായിക്കും. ഇതാണ് കസ്റ്റമൈസ് ചെയ്ത അധികം ഫിംഗറിന് വലിയ പ്രയാസം വരത്തില്ല ഇങ്ങനെ ചെയ്താൽ. ചിലർ ഇങ്ങനത്തെ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശരിക്കും സംഭവം. അതെ. ഇനി ഇത് എനിക്ക് ത്രെഡ് ഇടണം. ത്രെഡ് ചെയ്യും. അതെ. അപ്പോൾ ത്രെഡ് ചെയ്ത് കൂടി കഴിഞ്ഞാൽ ഫിനിഷ്. ത്രെഡ് ചെയ്യണം എന്തിനാണ്? ഭംഗിക്കാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ത്രെഡ് ചെയ്യുന്നത് ഭംഗിക്ക്, മെയിനായിട്ട് ഭംഗിക്ക് വേണ്ടിയുണ്ട്. പിന്നെ ഇത് 2 എഡ്ജും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൂടെ. ഇങ്ങനെ ഒരു പിടുത്തുണ്ടെങ്കിൽ പിന്നെ വീണാലൊന്നും പ്രശ്നമില്ല. ചെറിയ പ്രശ്നം, വലിയ പ്രശ്നമില്ല. അത് അത് ലാസ്റ്റ് അടിക്കുന്നു ത്രെഡ് കഴിഞ്ഞിട്ട്. മറ്റേ ചിലത് ഇത് ഞാൻ പുറത്തേക്കുന്നു. ഇത് മയിൽപ്പീലി, ഇതൊരു പുതിയ ലോഗോ ഇറക്കിയത്. അത് മയിൽപ്പീലിയുടെ അതൊക്കെ പ്രിന്റ് ചെയ്യാം. ആൾക്കാരുടെ പേര് വെച്ച് ചെയ്ത് കൊടുക്കാം. ചിലർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പേര് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ പേര് പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ലോഗോ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ അവരുടെ പേരും പ്രിന്റ് ചെയ്യും. എന്തെങ്കിലും ഡിസൈനാ വേണം, അവരുടെ ഫോട്ടോയാ എന്തെങ്കിലും. കോർക്ക് വെച്ചിട്ട് കോർക്ക് വെക്കുമല്ലോ. കോർക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു ഗം വഴി. ഇതൊരു മരത്തിന്റെ കറിയാ, ഗം റോസിൻ എന്ന് പറയും. ഗം റോസിൻ. അത് നമ്മൾ ഇങ്ങനെ കട്ടായിട്ടാ വന്നു ഹീറ്റാക്കിയിട്ട് ഇതിങ്ങനെ ഉരുകും. അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. ഞാൻ നേരത്തെ ആലോചിച്ചത് സംഭവം വെറുതെ കോർക്ക് വെക്കാനാണ്. എനിക്ക് കിട്ടിയില്ല. ഇത് ഉരുകുന്നുണ്ട്. ഇത് ഓടക്കോട് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കണത്? ഇത് ഗമ്മായിട്ട് വേറെ ഗമ്മായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വേറെ ഓടക്കോട് ഉണ്ടാക്കുന്ന ആരും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ തന്നെ പല പല കുന്തിരിക്കത്തിന്റെ പോലെ ഞാൻ പറയല്ലോ, ഓരോരുത്തർ വരുമ്പം കിട്ടുന്ന അറിവുകളാണ്. ആദ്യം മെഴുകായിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷെ മെഴുക് കുറഞ്ഞു കഴിയുമ്പം പോവും. ഇത് എന്ത് വന്നാലും പോകത്തില്ല. ഇത് ഭയങ്കര സ്ട്രോങ് സാധനമാണ്. നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ പിന്നെ ഭയങ്കര പാടായിരിക്കും. എത്ര ടൈം എടുക്കുന്നത് ഒട്ടാനായിട്ട്? ഇതൊരു 5 മിനിറ്റ്. ഇത് ഈ ലിക്വിഡ് ഫോമിൽ നിന്ന് പെട്ടെന്ന് തന്നെ സോളിഡ് രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുന്നതാണ്. പുറംഭാവം മാത്രം ഒട്ടിക്കൊള്ളാം. അതിന്റെ പുറംഭാവം അങ്ങനെ പിടിച്ചിരുന്നു. പെട്ടെന്ന് മെഴുക വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കമ്പൗണ്ട് തട്ടി ഇങ്ങോട്ട് മെഴുക് ഉൾപ്പെടെ ഇങ്ങോട്ട് പോരും. പക്ഷെ ഇതങ്ങനെ പോരത്തില്ല.
ഇത് നമ്മളിങ്ങനെ ഇവിടെ വെച്ച് വെച്ചിരുന്നാൽ മതി കുറച്ച്. 5 മിനിറ്റ് കഴിയുമ്പോൾ കോർക്ക് സെറ്റാണ്, അനങ്ങൂല. പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ത്രെഡ് കെട്ടാൻ കൊടുത്ത ഫ്ലൂട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷായി. അപ്പോൾ ഇനി ഒന്ന് കേട്ട് നോക്കാം അങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതുണ്ട്, സൈഡ് ഉണ്ട്, ഫിനിഷായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി ഇത് ചെയ്യാനുള്ളൊരു വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് കൂടി ചെയ്യാനുണ്ട്. നമ്മൾ എംബ്ലം അടിക്കും, ലോഗോ അടിക്കും. ഇതിപ്പം ഫിനിഷായി. ഇപ്പം ഈയുടെ ബേസ് നമ്മൾ നേരത്തെ കാണിച്ചത് ഈയുടെ തന്നെ മറ്റേ വിരലടുപ്പിച്ചിട്ടുള്ള ബേസ് ആയിരുന്നു. ഇത് ഈയുടെ നോർമൽ ബേസ്. ഇനി ഇത് നോർമലി ഇത് അയക്കാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഈ ഫ്ലൂട്ട് നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനൽ കൂടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ചാനലിൻ്റെ പേരും ഞങ്ങളുടെ ഫ്ലൂട്ടിൻ്റെ പേര് ആൽഫ ഫ്ലൂട്ട്സ് എന്നാണ്. ഇതിൽ മിക്കവാറും എല്ലാത്തിനും ലോഗോ അടിയുണ്ട്. ഇപ്പോൾ ഇതിലടിച്ചില്ല, ഇതിൽ ലോഗോ ചെയ്യാനുണ്ട്. അതുപോലെ ആൽഫ ഫ്ലൂട്ട്സ് എന്നാണ് ഫ്ലൂട്ടിൻ്റെ പേര്. യൂട്യൂബ് ചാനലിൻ്റെ പേരും അത് തന്നെ, ആൽഫ ഫ്ലൂട്ട്സ്. ഫേസ്ബുക്ക് പേജും അത് തന്നെ, ആൽഫ ഫ്ലൂട്ട്സ്. അപ്പോൾ ചേർത്തലയിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ വരാനുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും വരണമെന്നുണ്ടെങ്കിലേ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കാണും. 4 കിലോമീറ്റർ. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കട്ടെ, നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലൂട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ നിന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്പർ കൊടുത്തേക്കാം. ട്രെയിനിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ.